ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ ഒരു ലേണിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നല്ലൊരു സൂപ്പർ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ്. ഈ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇനീഷ്യൽ ടൈമിൽ പ്രോഫിറ്റബിൾ ആയത്. അത്രത്തോളം പൊട്ടൻഷ്യൽ സ്ട്രാറ്റജിയാണ്. ഞാൻ എങ്ങനെ പറഞ്ഞു തരുന്നോ അതുപോലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ പറഞ്ഞു തരുന്ന റൂൾസ് നിങ്ങൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ അത്രത്തോളം എഫേർട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്, അത്രത്തോളം ബാക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഫോർവേഡ് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത്രത്തോളം റിയൽ മണി വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വർക്കാവും എന്നുള്ളത് നിങ്ങളെക്കാട്ടിലും ഒരു 10% നോളജ് എനിക്കുണ്ട്, അല്ലെങ്കിൽ ഒരു 5% നോളജ് ഈ ഒരു സ്ട്രാറ്റജിയെ കുറിച്ചിട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് റൂൾ ഇതിനകത്ത് പറയുന്നോ ആ റൂള് A to Z അനുസരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആക്യുറസി ഞാൻ പറയും 60 to 65% ആക്യുറസി നിങ്ങൾക്ക് കിട്ടുമെന്ന്. 60 to 65% ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, വെറും 35% ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ഇവൻ്റെ മുകളിലാട്ടാവും. വെറും 50% ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡറാണ് കേട്ടോ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ 50%ൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൂപ്പർ ട്രേഡറാണ്. എനിക്കറിയാം ഒരുപാട് ട്രേഡർമാർക്ക് മാക്സിമം ടു മാക്സിമം 40% വിന്നിങ് റേഷ്യോ ഉള്ളൂ, എന്നാലും അവർ പ്രോഫിറ്റബിളാണ്. കാരണം എന്താണെന്നറിയാം, ഈ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ തമാശ പിടിച്ചൊരു കളിയല്ല. റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ എല്ലാം റിസ്ക് റിവാർഡാണ്. അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജിയും ഒക്കെ വരണുള്ളൂ. സോ നമുക്കതിന് സമയങ്ങളാണ് നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോവാം. ഞാൻ ആദ്യം ഇതിൻ്റെ സ്ട്രാറ്റജിയിൽ നമുക്ക് ആദ്യം ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യാം. ഞാൻ 2 ഇൻഡിക്കേറ്ററാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. 2 ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റർ തന്നെ 2 വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് 2 EMA ആണ്. EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, SMA അല്ല, സിമ്പിൾ മൂവിങ് ആവറേജ് അല്ല, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. ഞാൻ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയി EMA എന്ന് ടൈപ്പ് ചെയ്തു, 2 പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്തു. എനിക്കിവിടെ എൻ്റെ ടാബിൽ 2 EMA വന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, അത് മോഡിഫൈ ചെയ്യാണ്. സ്റ്റൈല് ഫസ്റ്റ് EMAയുടേത് ഞാൻ റെഡ് കൊടുക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഫസ്റ്റ് EMA റെഡ് കൊടുത്തു. അതിൻ്റെ ഇൻപുട്ടിലേക്ക് ചെന്നിട്ട് ലെങ്ത്ത് ഞാൻ എത്ര സെറ്റ് ചെയ്തു, 15 ഞാൻ സെറ്റ് ചെയ്തു. അടുത്ത EMA ഞാൻ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്ത് ഞാൻ എത്ര സെറ്റ് ചെയ്യണേ, 45. അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്ത് ബ്ലാക്കിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ അതിൻ്റെ തിക്നെസ് ഒന്നും കൂടി വലുതാക്കുകയാണ്. ഡൺ. ശ്രദ്ധിക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ്. നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം 3 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലാണ്. സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു 10 മിനിറ്റ് 100% ഫോക്കസ് ഇതിനകത്തേക്കൊന്ന് കൊടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് 10 മിനിറ്റ് ഫോക്കസ് ഇതിനകത്തേക്കൊന്ന് ചെയ്താൽ മതി. സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. നമുക്ക് നേരെ ഈ സ്ട്രാറ്റജിയുടെ റൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ റൂളുകൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക. ആദ്യത്തെ കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയാണ്. ഓക്കെ, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മളുടെ SL ആണ്. നമ്മളെല്ലാ വീഡിയോയിലും ഒരു 10,000 പ്രാവശ്യം പറയുന്ന കാര്യമാണ്. SL പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 സ്ട്രാറ്റജിയിൽ മാസ്റ്ററായിട്ടും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ മാർക്കറ്റിൽ നിന്ന് കഴിയില്ല. SL കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റുമായിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സോ SLൻ്റെ പാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ SL മിനിമം 50 പോയിൻറ്റും മാക്സിമം 75 പോയിൻറ്റുമാണ്. മിനിമം 50 പോയിൻറ്റ്, മാക്സിമം 75 പോയിൻറ്റ്. ഈ പോയിൻ്റ് എവിടെ, ഓപ്ഷൻസിൻ്റെ ചാർട്ടിലാണോ? അല്ല. ഓപ്ഷൻസിൻ്റെ ചാർട്ടിലൊക്കെ 75 പോയിൻ്റ് ഇട്ട് നിങ്ങൾ ട്രേഡ് എടുത്താൽ 10 ട്രേഡ് നിങ്ങളുടെ എഗെയിൻസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് വെളുത്ത് കിട്ടും. സോ ഈ 75 പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ സ്പോട്ട് ചാർട്ടിലാണ്.
സ്പോട്ട് ചാർട്ടിൽ ഏറ്റവും ചുരുങ്ങിയത് 50 പോയിന്റ്, ഏറ്റവും മാക്സിമം 75 പോയിന്റ്. എപ്പം 75 പോയിന്റ് വിടും, എപ്പം 50 പോയിന്റ് സെറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാക്സിമം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 35 പോയിന്റ് ആണ്. മിനിമം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 25 പോയിന്റ് ആണ്. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത റൂള് എന്താണെന്ന് നോക്കാം. ആദ്യം പറയുന്നു, സ്റ്റോപ്പ് ലോസ് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50 പോയിന്റ്, ഏറ്റവും കൂടുതൽ 75 പോയിന്റ് സ്പോട്ട് ചാർട്ടിൽ. ഓക്കെ, നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 25 പോയിന്റ്, ഏറ്റവും കൂടിയാൽ 35 പോയിന്റ്. അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് എടുക്കുകയേ ഇല്ല ഈ ഒരു സ്ട്രാറ്റജിയിൽ. അടുത്ത റൂള് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് 2 കണ്ടീഷനാണുള്ളത്. ഒന്ന് ബൈ കണ്ടീഷൻ ഉണ്ട്, 2 സെൽ കണ്ടീഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു നമ്മൾ എത്ര EMA ആണ് യൂസ് ചെയ്യണേ, 2 EMA ആണ് യൂസ് ചെയ്യണേ. ഒന്നേതാണ് 15 ആണ്, രണ്ടാമത്തേതാണ് 45 ആണ്. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അപ്പ് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എപ്പോഴും 45 EMAയുടെ മുകളിലായിരിക്കണം. ഇത് 45 EMA ആണ് നമ്മളുടെ, ഇത് പ്രൈസാണ്. ഓക്കെ, പ്രൈസ് എപ്പോഴും 45 EMAയുടെ മുകളിലായിരിക്കണം. ഡൗൺ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എപ്പോഴും 45 EMAയുടെ താഴെ ആയിരിക്കണം. എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പ് ട്രേഡ് എടുക്കുമ്പോൾ പ്രൈസ് എപ്പോഴും 45 EMAയുടെ മുകളിലായിരിക്കണം. ഡൗൺ ട്രേഡ് എടുക്കുമ്പം 45 EMAയുടെ താഴെ പ്രൈസ് വരണം. ഓക്കെ, അടുത്ത റൂളായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒരു ദിവസം നിങ്ങൾക്ക് 2 ട്രേഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ട്രേഡ് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം 4, 3, 5 ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ എത്ര ട്രേഡ് എടുക്കാൻ പാടുള്ളൂ? ഓൺലി 2 ട്രേഡ്. അതെന്തിനാന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 2 ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതെന്താ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്ട്രാറ്റജി നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അടുത്ത റൂൾ എന്ന് പറയുന്നത്, നമ്മളുടെ എൻട്രി ക്യാൻഡിലില്ലേ, എൻട്രി ക്യാൻഡിൽ എപ്പോഴും EMAയിൽ ടച്ച് ആയിരിക്കണം. അത് ചില സമയത്ത് മാക്സിമം ടൈം നമുക്ക് എന്തായിരിക്കും വരിക, 15 EMA ആയിരിക്കും വരിക നല്ലൊരു ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ. അതല്ല റിവേഴ്സൽ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, 45 EMAയിലായിരിക്കും വരിക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂളായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഫസ്റ്റ് ട്രേഡ് 75, ഞാനിപ്പോൾ ബാങ്ക് നിഫ്റ്റി എക്സാമ്പിൾ എടുത്തിട്ടാണ് പറയണത്, 75 പോയിന്റിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ട്രേഡ് നമുക്ക് 50 പോയിന്റ് SL കിട്ടിയാൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഫസ്റ്റ് ട്രേഡ് 75 കിട്ടിയാലും ഓക്കെയാണ്, നമ്മൾ എടുക്കും. പക്ഷേ സെക്കൻഡ് ട്രേഡ് നമ്മൾ 75 എടുക്കില്ല. കാരണം എന്താ? ലോജിക് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം അടുത്ത ട്രേഡിൽ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് നിങ്ങളുടെ എഗെയിൻസ്റ്റ് വരുമോ എന്നുള്ളത് അറിയില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാത്രമാണ്. മനസ്സിലായോ? ഈ ഒരു ട്രേഡ് നിങ്ങളുടെ എഗെയിൻസ്റ്റ് പോവോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡ്, രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ 50 പോയിന്റ് SL കിട്ടിയാൽ മാത്രമേ എടുക്കുള്ളൂ. അതർവൈസ് നിങ്ങൾ ആ ഒരു ട്രേഡ് സ്കിപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എൻട്രി കിട്ടും, ഒരു എൻട്രി എന്തായാലും ഒരു ദിവസം കിട്ടും. നിങ്ങളൊരു 75 പോയിന്റ് SL ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു 150 പോയിന്റ് കിട്ടും അല്ലേ? 150 പോയിന്റ് കിട്ടിയാൽ എത്രയായി? വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ 150 പോയിന്റ് മാർക്കറ്റ് ട്രാവൽ ചെയ്യുമ്പം ഓൾമോസ്റ്റ് ഒരു 60 to 65 പോയിന്റ് നിങ്ങളുടെ പ്രീമിയത്തിൽ ഇൻക്രീസ് ഉണ്ടാവും. 65 പോയിന്റ് വേണ്ട, നിങ്ങൾ 50 പോയിന്റ് കൂട്ടിക്കോ. 50 പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാം? വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 50 പോയിന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1250 രൂപയായി ഒരു ലോട്ടിൽ. ഒറ്റ ലോട്ടിൽ 1250 രൂപയായി. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ട്രേഡ് 75 ആണെങ്കിലും ഓക്കെയാണ്, 50 ആണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഇനി 50 അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യില്ല, 75 ആണെങ്കിലും നമ്മൾ എടുക്കും. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് 1, 1.5, 2 രൂപയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. 10, 15 രൂപ അതിൻ്റെ മുകളിലേക്ക് SL ആയിട്ട് കൊടുക്കരുത്. ഈ ഒരു ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് വീണ്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ട്രാറ്റജി ഞാൻ അത്രത്തോളം ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ കണ്ടീഷനിൽ വർക്കാവുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്
ഈ ഒരു യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് റൂള് പറയുന്നുണ്ടോ ആ ഒരു റൂള് 100% നിങ്ങൾ ഫോളോ ചെയ്യുക. ഏതൊരു സ്ട്രാറ്റജി ഏതൊരു യൂട്യൂബർ പറയുന്നത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അയാൾ പറയുന്ന റൂള് മാക്സിമം ഒരു പോയിൻ്റ് പോലും തെറ്റാണ്ട് ഫോളോ ചെയ്യുക. കാരണം ആ ഒരു സ്ട്രാറ്റജി അയാൾ ബിൽഡ് ചെയ്യുന്നത് അയാൾ എത്രയോ ട്രേഡുകൾ ചെയ്തിട്ടും എത്രയോ ലോസുകൾ ഉണ്ടാക്കിയിട്ടുമാണ് ആ ഒരു സ്ട്രാറ്റജി അയാൾ ബിൽഡ് ചെയ്യണേ, അല്ലേ? ഒരു യൂട്യൂബേഴ്സ് മോശക്കാരല്ല. അത്രയും എക്സ്പീരിയൻസ് അവർ ആ ഒരു സ്ട്രാറ്റജിയിൽ ഇൻപുട്ട് ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണേ. അപ്പോൾ അവർ പറയുന്ന റൂൾസ് എന്താണോ അത് A to Z നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റൂളുകളും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി എങ്ങനെ നമ്മൾ എൻട്രി എടുക്കും, എവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, എവിടെ നമ്മൾ 75 കൊടുക്കണം, എവിടെ നമ്മൾ 50 കൊടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇതിനപ്പുറത്തേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടില്ല. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. സോ നമ്മളിവിടെ നമ്മൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് റൂള് 50 പോയിന്റിൽ കുറവായിരിക്കണം. 50 പോയിന്റിൽ കുറവാകരുത്, 75ൻ്റെ ആവാൻ പാടില്ല. സെക്കൻഡ് റൂൾ എന്താണ്? നമ്മളുടെ എൻട്രി എപ്പോഴും എവിടെയാണ്? ഡൗൺ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ 45 EMAയുടെ താഴെയാണ്. ഈ ഒരു പോയിന്റിൽ പ്രൈസ് 45 EMAയുടെ താഴെ വന്നേ ആ ഒരു ക്യാൻഡിൽ കട്ട് ചെയ്തിട്ടുണ്ടോ? ലോ കട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ എൻട്രി സ്കിപ്പ് ആവുകയാണെന്ന് വിചാരിക്കേണ്ട. ഈ ഒരു എൻട്രി തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഇവിടെ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തോ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എത്രയുണ്ട്? 50 പോയിൻ്റ് ആണ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? 75 പോയിന്റ് സെറ്റ് ചെയ്തു. നമ്മളുടെ മാക്സിമം സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 75 പോയിൻ്റ് ആണ്, അല്ലേ? 75 പോയിന്റ് ഞാൻ സെറ്റ് ചെയ്തു. 73 ആണ് വന്നേക്കണേ. സോ 75 പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് റിവാർഡ് എത്ര എടുക്കും? 1:2. ഈ ഒരു പോയിന്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി. ഇനി നമുക്ക് എന്താണ് ട്രേഡ് ഉള്ളത്? ഇനി നമ്മളുടെ ട്രേഡാണ് ശ്രദ്ധിക്കേണ്ട ട്രേഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം വരുന്ന ട്രേഡ് നമ്മളുടെ SL എത്ര വരാൻ പാടുള്ളൂ? 50 പോയിന്റ്. അതിന് മുകളിലുള്ള SL ട്രേഡുകൾ നമ്മൾ സിംപ്ലി അവോയ്ഡ് ചെയ്യും. എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ട്രേഡ് നമ്മളിത് എവിടെയാണ്? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്, അല്ലേ? ഈ ഒരു പോയിന്റിൽ നമ്മൾ ട്രേഡ് വരാൻ കാരണം എന്താണ്? നമ്മളുടെ EMAയുടെ താഴെയാണ് പ്രൈസ്, അല്ലേ? ഇതിൻ്റെ താഴെയാണ് പ്രൈസ് ക്ലോസ് ചെയ്തത്. സോ ഇത് നമ്മളുടെ എൻട്രി പോയിന്റ് ആണ്, അല്ലേ? ഇത് നമ്മളുടെ എൻട്രി പോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിത് എന്ത് വേണം? സെക്കൻഡ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. സെക്കൻഡ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാമല്ലോ നമുക്ക്. ഇതാണ് നമ്മളുടെ എൻട്രി പോയിന്റ്. 62 പോയിന്റ്. കറക്റ്റ് എക്സാമ്പിളാണ് നമുക്ക് കിട്ടി. ഞാനത് ബാക്കിൽ എന്നോ സംഭവിച്ച ചാർട്ടിലല്ല കാണിച്ചു തരുന്നത്, ഇന്നലെ സംഭവിച്ച ചാർട്ടിലാണ് കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, ഇന്നലെ സംഭവിച്ച ചാർട്ടാണ്. 63 പോയിൻ്റാണ് നമ്മളുടെ SL വന്ന്. നമുക്ക് ട്രേഡ് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഇതാണ് പറഞ്ഞത്, എന്തെങ്കിലും ഒരു റൂള് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ പിറകിൽ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ പറയുമ്പോൾ മാത്രമല്ല, ഏതൊരു യൂട്യൂബർ സ്ട്രാറ്റജിയെക്കുറിച്ച് പറയുമ്പോഴും. അടുത്ത ട്രേഡ് നമ്മളിത് എവിടെയാണ് വരണേ? അടുത്ത ട്രേഡ് നമ്മളിത് ഇവിടെ വരുമോ? ഇത് ശരിക്കും ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാൻഡിൽ എത്ര പോയിന്റ് ഉണ്ട്? എബവ് 50 ഉണ്ട്. സോ നമ്മളിവിടെ ട്രേഡ് എടുക്കുന്നില്ല. അടുത്ത ട്രേഡ് താഴേക്ക് വന്നു. ഇതിൻ്റെ താഴേക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്തോ? ഇല്ല. അതുകൊണ്ട് നമ്മളിത് ഇവിടെ എൻട്രി ആക്റ്റീവ് ആയിട്ടില്ല. അടുത്ത ട്രേഡ് നമ്മളിത് ഇവിടെ നമ്മളിത് എൻട്രി ആക്റ്റീവ് ആവും. എങ്ങനെയാണെങ്കിൽ ഈ ക്യാൻഡിൽ 50 പോയിന്റ് ബിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് എൻട്രി ആക്റ്റീവ് ആവും. 38 പോയിന്റ് 50 പോയിന്റ് നമ്മളിത് വരുന്നത് ഇവിടെയാണ്. സോ നമ്മളിതിവിടെ എൻട്രി ആക്റ്റീവായി. നമ്മളുടെ പ്രോഫിറ്റ് എത്രയാണ്? 1:2 ആണ്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ 1:2 അച്ചീവായി. നമ്മളുടെ എന്തായി? ഫസ്റ്റ് ട്രേഡ് ഇവിടെ എടുത്തു, സെക്കൻഡ് ട്രേഡ് ഇവിടെ എടുത്തു. ഇതിന് ശേഷം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ബോധേഡ് ആവേണ്ട കാര്യമില്ല. മാർക്കറ്റിൽ പോകുന്ന കാശ് മൊത്തം നമുക്ക് പെറുക്കിയെടുക്കാനൊന്നും പറ്റില്ല. 2 ദിവസം കൊണ്ട് നമ്മളുടെ ലോസ് റിക്കവർ ചെയ്യാനും പറ്റില്ല. 10 ദിവസം കൊണ്ട് നമുക്ക് കോടീശ്വരനാവാനും പറ്റില്ല. ആദ്യം ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവുക. ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തിട്ട് അതൊരു വലിയ ക്യാപിറ്റലാക്കുക. അതിനുശേഷം വലിയ ട്രേഡുകൾ എടുക്കാനും വലിയ പ്രോഫിറ്റ് എടുക്കാനുമുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കുക. എനിക്കറിയാം നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ പ്രോഫിറ്റ് കാണുമ്പോൾ പേടി വരുന്ന സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? പ്രോഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും, ലോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ പേടി ഉണ്ടാവില്ല. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇതൊരു ചുരുളിയാണ്.
ഇതിങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചുരുളിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഓരോ സ്റ്റേജിലൂടെയുമാണ് ബാക്കിയുള്ള ട്രേഡേഴ്സൊക്കെ കടന്നു വരുന്നത്. നിങ്ങളിപ്പോൾ ഒരു 2 വർഷമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് സ്റ്റേജിലൂടെയാണോ കടന്നു പോകുന്നത് അതേ സ്റ്റേജിലൂടെയാണ് നിങ്ങൾക്ക് ശേഷം വരുന്ന ട്രേഡേഴ്സ് എല്ലാവരും കടന്നു പോകുന്നത്. ഇതൊരു ചുരുളിയാണ്, ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും തീർക്കാനൊന്നും പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. വൺസ് നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ പ്രോഫിറ്റുകൾ മാർക്കറ്റിൽ എടുക്കാൻ പറ്റും. നിങ്ങൾ വൺസ് കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഞാൻ ട്രേഡ് എടുക്കും. ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ ട്രേഡ് ആക്റ്റീവായിട്ടുണ്ടാവും. അതെന്താണെന്നറിയാമോ? അത് ഈ ഒരു സ്ട്രാറ്റജി നോക്കി 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 കൂടെ പ്രൈസ് ആക്ഷനും കൂടി റീഡ് ചെയ്തിട്ട് എൻ്റെ കൺവിക്ഷനാണത് മാർക്കറ്റിലുള്ള. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു പോയിന്റിൽ. അതായത് ഏറ്റവും മുകളിൽ പിടിച്ചിട്ട് ഏറ്റവും താഴെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്നല്ല പറയണത്. ആ സൈസ് ഡയലോഗുകളൊന്നും ഞാൻ അടിക്കുന്നില്ല. ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കാരണം എന്താണ്? ഇതെന്താണ്? ഒരു ഹാമർ ക്യാൻഡിലാണ് അല്ലേ? ഇത്രയും വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നതിന് ശേഷം ഒരു ചെറിയ ഹാമർ ക്യാൻഡിൽ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ മീനിങ് എന്താണ്? ഇവിടെ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത്, സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു എന്നാണ്. പിന്നെ ഞാൻ ഈ ട്രേഡും കൊണ്ട് ഇവിടെ നിൽക്കില്ല. നിങ്ങൾ ഇവിടെ ട്രേഡ് എടുത്ത മനുഷ്യനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ 1:2 പ്രോഫിറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ ആ ട്രേഡ് ഇട്ടിട്ട് പോയി. നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആവുക. നിങ്ങളൊന്ന് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടുന്ന കാശുകൾ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത കാശുകളെ കുറിച്ച് ബോധപ്പെടേണ്ട. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കാശുകൾ ഒരുപാടുണ്ട്. അതിനുശേഷം അതിന് തൊട്ട് മുമ്പത്തെ ദിവസത്തേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് നമ്മളുടെ എൻട്രി എവിടെ വരിക? നമ്മൾ പറഞ്ഞു എപ്പോഴും ഏതെങ്കിലും ഒരു EMAയിൽ ടച്ച് ഉണ്ടാവണം. നല്ലൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ടച്ച് എവിടെയാണ് വരിക? 15 EMAയിലാണ് വരിക. കാരണം റിട്രേസ്മെൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് 15 EMAയിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ എൻട്രി എപ്പോഴും 50 EMAയിലാണ് വരിക. ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ എൻട്രി എവിടെ വരിക? 15 EMAയിലാണ് വരിക. കാരണം ഡൗൺ ട്രെൻഡിൽ റിട്രേസ്മെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ആദ്യം കിസ് ചെയ്യുന്നത് എവിടെയാണ്? 15 EMAയിലാണ്. ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്തു പോയതുകൊണ്ട് കാര്യമില്ല. ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ലോജിക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവണം. ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്തായി? 37 പോയിന്റ്സ് ആണ് നമ്മളുടെ SL അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും മിനിമം SL നമ്മളുടെ എവിടെയാണ്? 50 പോയിന്റ് SL ആണ് നമ്മളത് അല്ലേ? നമ്മൾ ഇവിടെയാണ് നമ്മളുടെ SL. ഞാനിവിടെ ഒരു ലൈന് വരച്ചിട്ട് ഞാൻ ആ SL റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് നമ്മളുടെ SL അല്ലേ? നമ്മളുടെ പ്രോഫിറ്റ് എവിടെയാണ്? 1:2 ആണ് നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എവിടെ നമുക്ക് അച്ചീവ് ആയത് പ്രോഫിറ്റ്? ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മളുടെ പ്രോഫിറ്റ് അച്ചീവ് ആയത് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ ട്രേഡ് വന്നത്? ഈ ഒരു ക്യാൻഡിൽ താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇതിന് ശേഷം ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. ക്ലോസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ടച്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ക്യാൻഡിൽ ഷുഡ് ക്ലോസ് ബിലോ ഓർ എബോവ്. ക്യാൻഡിൽ നിർബന്ധമായിട്ടും മുകളിലോ താഴെയോ ക്ലോസ് ചെയ്തിരിക്കണം. കിസ് ചെയ്തിട്ട് തിരിച്ചു പോയ കാര്യമല്ല നമ്മൾ പറയണത്. ഈ ഒരു പോയിന്റ് ഇതും താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഒരു ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്തു. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം എത്ര പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഇവിടെ എടുത്തു 50 പോയിന്റിലെടുത്തു. പക്ഷേ അടുത്ത ട്രേഡ് നമ്മൾ എത്ര എടുക്കാൻ പാടും? വെറും 50 പോയിന്റ്. സോ നമുക്ക് ഈ ഒരു എൻട്രി നമുക്ക് എടുക്കാൻ പാടില്ല. അതിനുശേഷം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അല്ലേ? ഇനിയിപ്പം ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിയില്ല, അതിനുശേഷം വന്ന ഗ്രീൻ ക്യാൻഡിൽ ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? എബോവ് 50 പോയിന്റ് ആണ്. സോ നമുക്ക് ഈ എൻട്രിയും ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമ്മൾ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ റിസ്കി ട്രേഡുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? 50 പോയിന്റിൽ ട്രേഡ് എടുക്കുന്നത്. അങ്ങനെ ആ ഒരു ലോജിക്കിൽ ചിന്തിക്കുമ്പം ഈ ഒരു ട്രേഡിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയം എപ്പോഴാണ്? 3 മണിയായി. 3 മണിക്ക് ശേഷം നിങ്ങളുടെ ട്രേഡ് നിങ്ങളുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഇല്ല എന്നല്ല ഞാൻ പറയണത്. ചാൻസ് ഉണ്ടാവും, പക്ഷേ അതിനുള്ള സമയമില്ല മാർക്കറ്റിന്. മാർക്കറ്റിൽ 3 മണി അവസാനിക്കാറായി. ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, ലോസ് ബുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരൊക്കെ ബുക്ക് ചെയ്ത് പോകാനുള്ള സമയമായി തുടങ്ങി മാർക്കറ്റിൽ അല്ലേ?
അതുകൊണ്ട് തന്നെ 3 മണിക്കൂറിന് ശേഷം നിങ്ങൾ ട്രേഡ് എടുക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എപ്പോഴാണ് നമ്മൾ എടുക്കുക? ഫസ്റ്റ് ട്രേഡ് നമ്മൾ എടുക്കുന്നത് 9:45 ശേഷമാണ്. 9:45 മുമ്പ് നമുക്ക് എൻട്രി ഇല്ല. നമുക്ക് എങ്ങനെ സംഭവിച്ചാലും ശരി, നമുക്ക് 9:45 ശേഷം 9:45 മുമ്പ് നമുക്ക് എൻട്രി ഇല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം, അതായത് 27-ാം തീയതി ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും ഈ ഒരു പോയിന്റിൽ ഇവിടെയാണ് ഫസ്റ്റ് ക്ലോസ് അല്ലേ? ഇവിടെ നമുക്ക് എൻട്രി ഉണ്ടോ? ഇല്ല, കാരണം 9:18 ക്യാൻഡിലാണ്. അതിനുശേഷം ഏത് ക്യാൻഡിലാണ് ഫസ്റ്റ് ടച്ച് ചെയ്യുന്നത്? EMAയിൽ ഈ ക്യാൻഡിൽ ടച്ച് ചെയ്തു. ഈ ക്യാൻഡിൽ എവിടെ ക്ലോസ്? എബോ ആണ് ക്ലോസ്. മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 45 EMAയുടെ മുകളിൽ പ്രൈസ് വേണം അല്ലേ? ഈ ഒരു പോയിന്റിൽ എവിടെ എത്തി? 45 EMAയുടെ മുകളിലെത്തി, ക്ലോസ് തന്നു. ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ്. ഏറ്റവും മിനിമം എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 50 പോയിൻ്റാണ്. ഈ ഒരു പോയിന്റിൽ ഞാൻ 50 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. എൻ്റെ ടാർഗറ്റ് എത്രയാണ്? 1:2. 3 ക്യാൻഡിൽ കൊണ്ട് എൻ്റെ ടാർഗറ്റ് ഇവിടെ ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് മാറി. അടുത്ത ട്രേഡ് എൻ്റെ എവിടെയാണ് വരിക? ഈ ഒരു ക്യാൻഡിലാണ് വരിക അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ്, സോറി ഇതല്ല, ഈ ഒരു ക്യാൻഡിലാണ് അടുത്ത ട്രേഡിൻ്റെത് വരുന്നത്. എന്താണ്? റിട്രേസ്മെൻറ്റ് തന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. റിട്രേസ്മെൻറ്റ് വരുമ്പോൾ എപ്പോഴും ഫസ്റ്റ് റിട്രേസ്മെൻറ്റ് എവിടെയാണ് വരിക? ഫസ്റ്റ് കിസ് എവിടെയാണ് വരിക? 15 EMAയിലാണ് വരിക. സോ അതുകൊണ്ട് തന്നെ ഈ 15 EMAയിൽ നമ്മളുടെ എൻട്രി വന്നു. നമ്മൾ എത്ര സ്റ്റോപ്പ് ലോസ് വെച്ചു? 50 പോയിന്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്ലേസ് ചെയ്തു. 50 പോയിന്റ് നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. ഞാനിവിടെ ഒരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്യാണ്, കാരണം ഇത് വന്നിട്ടുണ്ടോ തട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? അവിടുന്ന് 1:2 നമ്മൾ പ്രോഫിറ്റായിട്ട് എടുത്തു. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 1:2 നമ്മളിത് അച്ചീവായി. ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. 2 ട്രേഡ് നമുക്കൊരു ദിവസമുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഒരു ദിവസവും കൂടി നമുക്ക് നോക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം? വീഡിയോ കുറച്ച് ട്രേഡുകൾ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അത് ഞാൻ വീഡിയോ 20x ഇട്ടിട്ട് ഓടിച്ചങ്ങോട്ട് കാണിച്ചു തരാം. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഇരുന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ പോയിട്ട്, അതായത് 3 മിനിറ്റ് ക്യാൻഡിൽ ആയതുകൊണ്ട് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ദിവസത്തെ ഡാറ്റ കിട്ടില്ല, ചെറിയ ടൈം ഫ്രെയിം ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ പോയിട്ട് നിങ്ങൾ ഈ 2 ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ട് ഏറ്റവും ചുരുങ്ങിയത് 200 ട്രേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. 200 ട്രേഡ് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എത്ര പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ലോസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റി, എത്ര ലോസ് നിങ്ങൾക്ക് കാണാൻ പറ്റി എന്നുള്ളത്. 65% മുകളിൽ വിന്നിംഗ് റേഷ്യോ ഈ സ്ട്രാറ്റജിക്ക് ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഇവിടെ നിർത്തും. ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പരിപാടി ഇന്നത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കും. അതൊരു കോൺഫിഡൻസിൻ്റെ മുകളിൽ പറയണേ. അത്രയും ട്രേഡ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയണേ. ഇതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇതിനേക്കാട്ടിലും എക്സ്ട്രാ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ ക്ലാസ്സിൽ പറയുന്നത്. അത് ഇവിടെ എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു മണിക്കൂർ 1.5 മണിക്കൂർ പറയാനുള്ള ഉണ്ട് അത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ അത് പറയാത്തത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അതെൻ്റെ ഉദ്ദേശമല്ല. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സ്ട്രാറ്റജി മാത്രം മതി. നിങ്ങളുടെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ക്ലാസ്സിലേക്ക് ആളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഹിൻഡ് ഇട്ട് തന്നാണ് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒരു സ്ട്രാറ്റജി മാത്രം വെച്ചാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ പബ്ലിഷ് ചെയ്തത്. ഓക്കെ, വേറൊന്നും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് ഇതിങ്ങനെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് ക്ലാസ്സിലേക്ക് ആളെ ഉണ്ടാക്കുകയാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണത്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ടച്ച് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മളുടെ 10:45 ക്രൈറ്റീരിയയിൽ ഇത് വന്നിട്ടില്ല. സോ ഫസ്റ്റ് ക്യാൻഡിൽ ഏതാണ്? ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ നമുക്ക് എത്ര പോയിന്റ് SL കാണിച്ചിട്ടുണ്ട് നോക്കാലോ നമുക്ക്. ഓക്കെ, 59 പോയിൻ്റാണ് നമ്മളുടെ SL കാണിച്ചത് അല്ലേ? നമുക്ക് 1:2 നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്. SL നിന്നു നമുക്ക്, ശരിയല്ലേ? നമുക്ക് SL കിട്ടി. നമ്മൾ ആ SL എടുത്തു. 2 ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് 4 ട്രേഡ് നമ്മളിത് പ്രോഫിറ്റിലാണ്. ഇവിടെ നമുക്ക് SL വന്നു, ഒരു കുഴപ്പമില്ല. നമ്മൾ ആ SL എടുത്തു.
ഇതിന് ശേഷം നമ്മളുടെ എൻട്രി എവിടെയാണ് വരുന്നത്? ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ? ഈ ക്യാൻഡിൽ 45 EMAയുടെ മുകളിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽ ഞാൻ എൻട്രി എടുത്തു. രണ്ടാമത്തെ എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 50 പോയിൻ്റ് ആണ് അല്ലേ? 50 പോയിൻ്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. എന്ത് സംഭവിച്ചു? 1:2 ഞാൻ പ്ലാൻ ചെയ്തു, കിട്ടിയില്ല. എനിക്ക് ക്ലീൻ ആയിട്ട് സ്റ്റോപ്പ് ലോസ് വന്നു. ഹാപ്പി, ഞാൻ എൻ്റെ പരിപാടി നിർത്തി. അതിനുശേഷം ഇവിടെ ട്രേഡ് ആക്റ്റീവായിട്ടുണ്ട്, അത് 1:2 തന്നിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് ഇന്നലെയും മിനിയാന്നും ഇവിടെ തന്നു. അതുകൊണ്ട് തന്നെ SL അടിക്കുന്ന ദിവസം 2 SL നിർത്തിക്കോളൂ. അതുകൊണ്ടാണ് ഈ 2 എന്ന് ഞാൻ പറയുന്നത്. 2 ട്രേഡ് എന്ന് ഞാൻ പറയുമ്പം അതിൻ്റെ പിറകിലുള്ള ലോജിക്ക് ഇതാണ്. ഇതിനകത്ത് ഇങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. ഈ SL നമ്മളത് അടിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ നിർത്തുക. ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങളുടെ SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാരണമുള്ളൂ. ഒന്ന് എന്താണ്? മാർക്കറ്റ് വോളട്ടൈലാണ്. രണ്ടാമത്തെ റീസൺ എന്താണ്? മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഈ 2 മാർക്കറ്റിലെ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ അടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. മാർക്കറ്റ് വോളട്ടൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ വിക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാം. പക്ഷേ മാർക്കറ്റ് സൈഡ് വേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? നമ്മളുടെ അക്കൗണ്ടിന് നല്ലൊരു ഭാഗം മാർക്കറ്റിൽ കൊടുത്തതിന് ശേഷമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ത് മാർക്കറ്റ് സൈഡ് വേസ് ആണെന്നുള്ളത്. സൈഡ് വേസ് മാർക്കറ്റിൽ ഒരു ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സൈഡ് വേസ് മാർക്കറ്റിൽ ഒരു ഇൻഡിക്കേറ്ററും വർക്ക് ആവില്ല. എഴുതി വെച്ചോ നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൻ്റെ മുമ്പിൽ. സൈഡ് വേസ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്ററും വർക്ക് ആവില്ല. എല്ലാ ഇൻഡിക്കേറ്ററും വർക്ക് ആവുന്നത് എവിടെയെന്ന് അറിയാം? ട്രെൻഡിങ് മാർക്കറ്റുകളിലാണ്. സോ ട്രെൻഡിങ് മാർക്കറ്റ് ആണെങ്കിൽ എന്താണ്? ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ 75 ആണെങ്കിലും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു, 1:2 എടുത്തു. സെക്കൻഡ് ട്രേഡിൽ നമ്മൾ എന്ത് ചെയ്തു? 50 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു, 1:2 എടുത്തു. ഡൺ. തൊട്ട് മുമ്പത്തെ ഒരു ദിവസം കൂടി നമുക്ക് നോക്കാമല്ലോ. ഈ ഒരു ദിവസം കൂടി നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് വീഡിയോയുടെ സ്പീഡ് 20x ഇട്ടിട്ട് കാണിച്ചു തരാം. ഒരു 10-30 ട്രേഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പോയിട്ട് ഒരു 200 ട്രേഡെങ്കിലും മിനിമം ഇന്ന് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. കഴിയുമെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ബാക്കിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഫസ്റ്റ് ട്രേഡ് നമ്മളിത് എവിടെ വന്നു? ഈ ഒരു പോയിന്റിൽ വന്നു അല്ലേ? ഈ ഒരു പോയിന്റിൽ വരുമ്പം ഫസ്റ്റ് ക്രൈറ്റീരിയ എന്താണ്? ബിലോ 45 EMA ആണ്. സെക്കൻഡ് ക്രൈറ്റീരിയ എന്താണ്? 75 പോയിന്റ് ആണ് അല്ലേ? ഇത് 75 പോയിന്റ് എവിടെയാണ് വരുന്നത്? ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഫസ്റ്റ് ട്രേഡാണ്. എൻ്റെ ടാർഗറ്റ് എവിടെയാണ്? 1:2 ആണ്. 1:1.9, 1:2. ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ് ഹിറ്റായി. ഡൺ. അടുത്ത ട്രേഡ് എൻ്റെ എവിടെയാണ്? എവിടെയാണോ ടച്ച് ചെയ്ത് താഴേക്ക് വരുന്നത്, അതായത് റിട്രേസ്മെൻറ്റ് എപ്പോഴും എവിടെ വരാം? ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ 15 EMAയിലാണ്. എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേ നിങ്ങളെ മനസ്സിൽ ഇത് കയറുള്ളൂ. ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത്ര റിസ്കി ജോബുമല്ല. സോ ഈ ഒരു പോയിന്റിൽ ഫസ്റ്റ് റിട്രേസ്മെൻറ്റ് എന്നത് വന്നു. പക്ഷേ ഇത് 75 പോയിന്റ് എബോ ഉള്ള ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്യാൻഡിൽ സ്കിപ്പ് ചെയ്തു. അതിനുശേഷം വന്ന റെഡ് ക്യാൻഡിൽ ഏതാണ്? അതിനുശേഷം വന്ന റെഡ് ക്യാൻഡിൽ ഇതാണ് അല്ലേ? ഈ ട്രേഡ് ഞാൻ എടുത്തു. 1:2 ഞാൻ ബുക്ക് ചെയ്തു. അതിനുശേഷം അന്നത്തെ ദിവസം എനിക്ക് ട്രേഡില്ല. നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. നമ്മുടെ സൈക്കോളജി ഹേർട്ട് ചെയ്യുക. കാരണം ഇത്രയും പോയിന്റ് മുകളിലേക്ക് പോയാലോ മൂന്നാമത്തെ ഞാൻ എടുത്താലോ അത്. പക്ഷേ മൂന്നാമത്തെ ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും ആ സ്പോട്ടിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് തരിക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് 2 ട്രേഡ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ സെറ്റാക്കി വെക്കുക. അതിനുശേഷം ട്രേഡ് എടുക്കാണ്ടിരിക്കുക. ഈ ഒരു ദിവസം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കോ, ഇവിടെ വെച്ചിട്ട് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും. എങ്ങനെയാണെങ്കിൽ 75 പോയിന്റ് ബിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ എൻട്രി ആക്റ്റീവ് ആവും. അതല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും. അതല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും അല്ലേ? ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ എൻട്രി ആക്റ്റീവ് ആവും. 50 പോയിന്റ് അല്ലെങ്കിൽ 75 പോയിന്റ് നമ്മളുടെ SL വരും. 1:2 നമ്മളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് വരും. ഇതായിരുന്നു ഫസ്റ്റ് ട്രേഡെങ്കിൽ സെക്കൻഡ് ട്രേഡ് നമ്മളത് എന്ത് വരും? ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ SL അടിക്കും. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ ട്രേഡ് നമ്മുടെ ഭാഗത്തേക്ക് വന്നു. അറിയേണ്ട കാര്യമില്ല. ഫസ്റ്റ് ട്രേഡ് എടുത്തു, പ്രോഫിറ്റായി. സെക്കൻഡ് ട്രേഡ് എടുത്തു, ലോസായി, നിർത്തിക്കോളാം. സെക്കൻഡ് ട്രേഡിൽ എപ്പോഴും 50 പോയിന്റിൻ്റെ മുകളിൽ മാർക്കറ്റിന് ലോസ് കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ കാശാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള കാശാണെങ്കിലും മാർക്കറ്റിന് കൊടുക്കാണ്ടിരിക്കുക. മാർക്കറ്റ് അത് അത്ര പെട്ടെന്ന് മാർക്കറ്റ് ആ കാശ് തിരിച്ചു തരില്ല. അതുകൊണ്ട് തന്നെ വൺസ് മാർക്കറ്റ് നിങ്ങൾക്ക് തന്ന കാശ് നിങ്ങൾ മാർക്കറ്റിന് പിന്നീട് കൊടുക്കാണ്ടിരിക്കുക. ഇനി ബാക്കിയുള്ള കുറച്ച് ട്രേഡുകൾ ഞാൻ വീഡിയോ 20x സ്പീഡിലിട്ടിട്ട് ഞാനത് കാണിച്ചു തരാം.
അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചർച്ച ചെയ്യാം. ഓക്കെ, എല്ലാവരും ബാക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടു എന്ന് വിചാരിക്കുകയാണ് ഞാൻ. നമുക്ക് പറയാനുള്ളത് വീണ്ടും റൂൾസ് ആണ്. റൂൾസ് ഒരിക്കലും ബെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഫസ്റ്റ് റൂള് SL ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും മാക്സിമം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 75 പോയിന്റ്. മിനിമം സ്റ്റോപ്പ് ലോസ് എത്രയാണ്? 50 പോയിന്റ് സ്പോട്ട് ചാർട്ടിൽ. ഓക്കെ, നിഫ്റ്റിയിലാണെങ്കിൽ എത്രയാണ്? മിനിമം 25 പോയിന്റ്, മാക്സിമം 35 പോയിന്റ് സ്പോട്ട് ചാർട്ടിൽ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? പ്രൈസ് ട്രേഡ് എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ പ്രൈസ് 45 MA മുകളിലാവണം. അപ് ട്രേഡ് എടുക്കണമെങ്കിൽ. ഡൗൺ ട്രേഡ് എടുക്കണമെങ്കിൽ 45 MA താഴെ ആയിരിക്കണം. കറക്റ്റ് അല്ലേ? 45 MA താഴെ ആവണം, 45 MA മുകളിലാവണം. രണ്ടാമത്തെ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് വേണം? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 50 പോയിന്റ് ബിലോ ആയിരിക്കണം രണ്ടാമത്തെ ട്രേഡിന്. രണ്ടാമത്തെ ട്രേഡിന് നമ്മൾ 75 പോയിന്റ് നോക്കൂല. 75 പോയിന്റ് 35 പോയിന്റ് എന്നുള്ളത് ഫസ്റ്റ് ട്രേഡിന് മാത്രമുള്ള ക്രൈറ്റീരിയയാണ്. രണ്ടാമത്തെ ട്രേഡിന് 75 ഇല്ല, 35 ഇല്ല, 50-25 ഇതിനകത്ത് കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. അടുത്ത റൂൾ എന്താണ്? ഒരു ദിവസം 2 ട്രേഡുകൾ മാത്രം എടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ എന്താണ്? 75 എന്നുള്ളത് 80 വരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ആ ട്രെൻഡിൽ കൺഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് താഴേക്ക് വരുന്ന ന്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 80 പോയിന്റ് വരെ മാക്സിമം. 35 എന്നുള്ളത് ഒരു 40 പോയിന്റ് വരെ മാക്സിമം. അതിൻ്റെ മുകളിലേക്കുള്ള ട്രേഡുകൾ നിങ്ങൾ എടുക്കാണ്ടിരിക്കുക. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂൾ എന്താണ്? നിങ്ങൾ ഒരിക്കലും ഓവർ ട്രേഡിങ് ചെയ്യാണ്ടിരിക്കുക. 2 ട്രേഡിൻ്റെ മുകളിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ വൺസ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയ കാശ് മാർക്കറ്റിന് റിട്ടേൺ കൊടുക്കാണ്ടിരിക്കുക. ആ കാശ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ജീവിതകാലം മൊത്തം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടി വരും. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് ഞാനടക്കം ചെയ്ത മിസ്റ്റേക്കാണ് ഈ പറയണത്. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. നമ്മളുടെ ഓരോ വീഡിയോയുടെ താഴെയും കമൻറ്റുകൾ വരുന്നത് എന്താ അറിയോ? ബ്രോ, ഞാൻ ഈ മിസ്റ്റേക്ക് ഇന്നും ചെയ്തേ ഉള്ളൂ, ഞാൻ ഈ മിസ്റ്റേക്ക് ഇന്നലെയും ചെയ്തേ ഉള്ളൂ എന്നാണ്. ഞാനിത് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് പറയണത് എന്താണെന്നറിയോ? ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളാണ്. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളും ചെയ്യും. ആ ഒരു മിസ്റ്റേക്കുകൾ ചെയ്യാണ്ട് ഒരു ട്രേഡർ കടന്നു വരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയണത്. സോ എപ്പോഴും റൂളുകൾ മനസ്സിലുണ്ടാവുക. അടുത്തായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റിൻ്റെ പുറത്തായിരുന്നു. സോ നമുക്ക് നല്ല രീതിയിൽ എൻക്വയറിയും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 100 മെമ്പേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ക്ലാസ് ഞാൻ 2 ദിവസം കൊണ്ട് ഞാനത് കവർ ചെയ്യും. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ റിയൽ മാർക്കറ്റ് ടൈമിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ 100 ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രേഡിങ് എന്തായാലും ഞാൻ 2 ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും. അത് മാത്രമല്ല, അത് ഞാൻ സഹിച്ചോളും, അത് കുഴപ്പമില്ല എനിക്ക്. പക്ഷേ അത് മാത്രമല്ല, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളായി കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ചെയ്യുന്ന പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് 100 ആൾ എന്നുള്ളത് നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മൾ മാക്സിമം 2 ദിവസം കൂടി വരുന്ന ആളുകളെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആളുകളെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പ്ലാൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ടൈം തരാൻ പറ്റില്ല. പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ട്രേഡിങ് പഠിക്കാനായിട്ട് നിങ്ങൾ എത്ര കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എൻക്വയറി ചെയ്ത ആൾക്കാർക്ക് അറിയാം എത്രയാണ് ഞാൻ ഫീ പറഞ്ഞിട്ടുള്ളതെന്ന്. വളരെ ചെറിയൊരു എമൗണ്ടേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു എമൗണ്ട് എന്തിനാണ്? നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശുണ്ടാക്കാനല്ല, ഫ്രീ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ നിങ്ങൾ എഴുതി വെച്ചോ, ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജിക്ക് ഞാൻ 60-65% പറഞ്ഞില്ലേ, ഇതേ സ്ട്രാറ്റജിയുടെ ഒരു മോഡിഫൈഡ് വേർഷനാണ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. അതിന് ഓൾമോസ്റ്റ് 75-80% വിൻ റേറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സൂപ്പർ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. ഈ ഒരു സ്ട്രാറ്റജി വെച്ചാലും പ്രോഫിറ്റബിൾ ആവാത്ത ട്രേഡേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നുള്ളത്. കാരണം എന്താണെന്നറിയോ? ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഇതിന് നിങ്ങൾ അത്രേ വില കൊടുക്കുകയുള്ളൂ. ഇതിനെ നിങ്ങൾ സിമ്പിളായിട്ട് അങ്ങോട്ട് വിട്ടുകളയും. കാരണം ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് എനിക്കിപ്പോഴേ പറയാൻ പറ്റും.
ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് എപ്പോഴും നമുക്ക് വാല്യൂ നമ്മൾ കാണില്ല. അതുകൊണ്ട് ചെറിയൊരു അഡ്മിഷൻ ഫീയെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചാൽ ഏകദേശം 3 ദിവസം ടോട്ടലി ഞാൻ ഇതിൻ്റെ പിറകിൽ നിൽക്കണം. അതിനുശേഷം ഒരു 2 ആഴ്ചയോളം റിയൽ മാർക്കറ്റ് ടൈമിൽ ഞാൻ നിങ്ങളുടെ പിറകെ നിൽക്കണം. അത്രയും ഞാൻ കമ്മിറ്റഡ് ആവുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ചെറിയ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനല്ല എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാവട്ടെ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിന് പിറകിൽ. ഇത് വീണ്ടും പറയാണ്, ഇത് ക്ലാസ് ജോയിൻ ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല സ്ട്രാറ്റജികളും നല്ല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ യൂട്യൂബിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ സബ്സ്ക്രൈബ്ഡ് എന്നാവും, എന്നല്ലാണ്ട് വേറൊരു നഷ്ടവും വരാനില്ല. അതുകൊണ്ട് ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്കൊരു ലൈക്ക് മറക്കാണ്ട് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.